എന്റെ മറ്റൊരു കവിതയാണ്. ശരിയെന്ന് തോന്നുന്നു എഴുതുന്നു വായ്ത്തല. കാപ്പാത്തിടേണമേ മഹാദേവ സന്താനമേ, കാത്തുകൊള്ളേണമേ നീ മോഹിനി സന്താനമേ, കാത്തുകൊള്ളേണമേ പാർവതി സന്താനമേ. പാടി ഞാൻ എത്ര ഇപ്പടികളിൽ വന്നു മുൻപ്, പതിയുക വേണമൊന്നിപ്പാദമൻ ചിത്തിലെന്നും. സർവത്തിലും വസിക്കും സച്ചിദാനന്ദമൂർത്തേ, എൻ ചിത്തിലും വാണിടുകന്നറിയായല്ല ഞാനും. ബാഹ്യപ്രപഞ്ചത്തിലെ വർണ്ണപ്പകിട്ട് ഞാനും, പൊങ്ങായുയർന്നു പോയി കാത്തുകൊള്ളേണമേ നീ. വിളിപ്പുറത്തുണ്ടു നീ എന്നനുഭവം കൊണ്ടു ഞാനും അറിയുന്നു തമ്പുരാനെ, കാത്തുകൊള്ളേണമേ നീ. വിട ചൊല്ലിടുന്നു ഞാനെൻ മോഹങ്ങൾ എണ്ണി എണ്ണി, തളരുകയില്ല നിന്റെ നാമങ്ങൾ എഴുതി ഞാനും. അറിയാതിയർന്നു വന്നോരകത്തെ അടക്കിടാനായി അവിടുന്നൊരസ്ത്രമെയ്തു വന്നെന്റെ ചിത്തിലേക്ക്. ഭക്തിക്കു തെല്ലുമില്ല ഔചിത്യമെന്നു പണ്ട് ശബരിയും കാട്ടിയില്ലേ ശ്രീരാമ സവിധമെത്തി. ഫലമൂലമൊക്കെ ശബരി പാതിരുച്ച ശേഷം ഭഗവാന് നൽകിയില്ലേ ഔചിത്യമോർത്തിടാതെ. ശബരി പഴങ്ങളൊക്കെ സ്വയം രുചിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത് മാത്രം ഭഗവാന് കൊടുത്തിരുന്നു എന്നാണ്. നെല്ലും പതിരുമാർന്നോരവിലൊട്ടു നൽകിയില്ലേ ഭക്തൻ കുചേലൻ എന്നേ ജഗദീശ സവിധമെത്തി. അക്ഷയപാത്രത്തിൽ നിന്നുച്ഛിഷ്ടമായൊരെണ്ണം പാഞ്ചാലി നൽകിയില്ലേ ഭഗവാന് നൽകിയില്ലേ പാഞ്ചാലി പണ്ടുകാട്ടിൽ. അക്ഷയപാത്രത്തിൽ നിന്നുച്ഛിഷ്ടമായൊരെണ്ണം ഭഗവാന് നൽകിയില്ലേ പാഞ്ചാലി പണ്ടുകാട്ടിൽ. ഉച്ഛിഷ്ടമായ അക്ഷയപാത്രത്തിൽ നിന്ന് ഉച്ഛിഷ്ടമായ അന്നം ഭഗവാന് പാഞ്ചാലി കൊടുത്തു. ഭക്തി കൂണ്ടുന്മത്തനായി പരുഷങ്ങൾ ചൊല്ലിഞ്ഞാനും, അതുപോലെ ഭക്തി കൂണ്ടുന്മത്തനായി പരുഷങ്ങൾ ചൊല്ലിഞ്ഞാനും, പാപങ്ങൾ പൊക്കി എന്നെ കാത്തുകൊള്ളേണമേ നീ. തണലായിടേണമേ നീ മനമൊന്ന് കാത്തിടേണേ, എന്റെ തനവും മനവുമെല്ലാം വഴിപോൽ നടത്തിടേണേ. പ്രതിയാണ് ഞാനിതെന്ന് പ്രിയമെന്ന് തോന്നിടാത്ത പകയില്ലടിക്കുതെല്ലാം ശബരീശ ഭക്തനാണ്. ഹൃദയം നുറങ്ങി എന്നാൽ കവിതയ്ക്ക് വഞ്ഞമില്ല, കവിയാണ് ഞാനിതെന്നൻ കണ്ണന്റെ കനിവിനാലെ. അനുസ്യൂത ഒഴുകിടും നീ കണ്ണന്റെ ചരിതമെന്നിൽ, അനുസ്യൂത ഒഴുകിടും നീ അയ്യന്റെ ചരിതമെന്നിൽ, അനുസ്യൂത ഒഴുകിടും നീ ശ്രീരാമചരിതമെന്നിൽ. പദമൊന്ന് തെറ്റിയെന്നാൽ വടിയൊന്നെടുത്തിടേണം, തളരുകയില്ല ഞാനി തമ്പുരാൻ തല്ലുകൊള്ളാം. തണലാണ് തമ്പുരാന്റെ തല്ലും തലോടലാണ്, തണലാണ് തമ്പുരാന്റെ തല്ലും തലോടലാണ്. ശിവകുമാറേക്ക് ഇത് ഒത്തിരി 10-20 വർഷം മുമ്പ് എഴുതിയ കോപ്പിയാണ്. ഇതില്ല, ഫേസ്ബുക്കിലുമൊക്കെ എന്റെ കവിതകൾ എന്ന് അതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കവിതയിൽ തന്നെ ഒരു അപേക്ഷ എഴുതി മാധവൻ നമ്മുടെ മയൂർവാർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ അധികാരിയിൽ ഏൽപ്പിച്ചു. ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മരമാണ് മാധവൻ, സമരമാണ് ഐത്തല എന്നാണ്. അപ്പം ടു സെക്രട്ടറി ആർഷധർമ്മ പരിഷത്ത് ഉത്തര ഗുരുവായൂരപ്പൻ മയൂർ വിഹാർ. ഒരു എളിയ അപേക്ഷ ഐത്തലയുടെ. അടിയന്റെ നാവിൽ വന്ന നാദങ്ങളാണിതെല്ലാം, കൃഷ്ണപ്രസാദമാകും ശ്രീകൃഷ്ണ ചരിത കാവ്യം. തിരുനട തന്നിലൊന്നോ തരംഗമായി തീർത്തിടാൻ അദമ്യമാമുഖമുണ്ടായി തലക്കറിഞ്ഞിടേണം. കണ്ണൻ കനിഞ്ഞ പോലെ കാവലും കനിഞ്ഞിടേണം, കരുണാകരന്റെ മുൻപിൽ പാടുവാൻ പറഞ്ഞിടേണം. തളർത്തുന്ന വാക്കുകളാൽ തകർക്കല്ലേ എന്നെ വീണ്ടും, തളിർത്തിടും തളർത്തിടും കണ്ണന കരങ്ങളെന്നറിഞ്ഞിടേണം.
ഹരിയുടെ കഥകളെ കനിച്ചിടാൻ പറഞ്ഞിടല്ലേ. ഹരിനാമ കീർത്തനങ്ങൾ കുറിച്ചിടാൻ പറഞ്ഞിടേണം. പഠിച്ചതിൽ അടിയണി പടകളെ ഭജിച്ചിടാൻ ഭഗവാന്റെ നാമമെന്നും ഭജിച്ചിടാൻ കഴിഞ്ഞിടേണം. പഠിച്ചതിൽ അടിയണി പടകളെ ഭജിച്ചിടാൻ, അധികാരികളാകുന്ന പടകളെ, ഭാരവാഹി ക്ഷേത്രഭാരവാഹികളെ ഭജിച്ച. പഠിച്ചതിൽ അടിയണി പടകളെ ഭജിച്ചിടാൻ ഭഗവാന്റെ നാമമെന്നും ഭജിച്ചിടാൻ കഴിഞ്ഞിടേണം. പദങ്ങളാൽ അവിടുത്തെ പാദം ഭജിച്ചിടാൻ ഞാൻ. പറഞ്ഞിടാൻ ഭക്തരോടെ ഭഗവാന്റെ ചരിതങ്ങൾ കണ്ണന്റെ നാമമോർത്തു സമ്മതം പറഞ്ഞിടേണം. കണ്ണന്റെ സവിധത്തിൽ പാടുവാൻ പറഞ്ഞിടേണം. കൊടുത്തെന്നു വരുത്തിടാനായി അവസരം തന്നിടല്ലേ. തളിർത്തിനും സദസ്സൊന്നു തരമാക്കി തന്നിടണം. അതായത് ശനിയോ ഞായറോ ആയിരിക്കണം, മറ്റു ദിവസങ്ങളിൽ ആള് കാണില്ല. എന്താണ്? കൊടുത്തെന്നു വരുത്തിടാനായി അവസരം തന്നിടല്ലേ. തളിർത്തിടും സദസ്സൊന്നു തരമാക്കി തന്നിടേണം. പാടുമ്പോഴടിയന്റെ മുമ്പിലായി വേണമല്ലോ ഭഗവാന്റെ ഭക്തദാസർ ഭജിച്ചിടാൻ ഭഗവാനെ. കനിവുള്ള കണ്ണന്റെ കരങ്ങളിൽ വീണിടേണം. ലയിച്ചങ്ങു തീർന്നിടേണം സച്ചിദാനന്ദമായി. ആനന്ദസാഗരത്തിൻ തരംഗമായി തീർന്നിടേണം. ലയിച്ചങ്ങു തീർന്നിടേണം സച്ചിദാനന്ദമായി. ലയിച്ചങ്ങു തീർന്നിടേണം സച്ചിദാനന്ദമായി. ഇതാ നോക്കൂ, ശിവകുമാർ ഐത്തല എന്നതിന്റെ കോപ്പിയാണ്. പേരും ഒപ്പമിട്ട ഒരു കോപ്പിയാണ് ഈ കാണുന്ന, പേരും ഒപ്പമിട്ട കോപ്പി. നമസ്കാരം.